എന്നോട് ക്ഷമിക്കേ. ഐ എം സോറി. ഇല്ല, ഐ എം സോറി. ഐ എം സോറി. ഇല്ല ഇല്ല, നിങ്ങൾ എന്തിനാ ക്ഷമ ചോദിക്കുന്നത് സുരേഷ്? തെറ്റെന്റെ അല്ലേ? ഇറ്റ്സ് ഓൾ മൈ ഫോൾട്ട്. ഞാൻ ഭാഗ്യം കെട്ടവളാണെന്ന് തിരിച്ചറിയാതെ ആകാശത്തെ നക്ഷത്രങ്ങളെ വരെ കാത്തിരുന്നു. അവരെങ്കിലും ഭാഗ്യം കൊണ്ടുവരുന്ന കരുതി ഞാൻ വെറുതെ ഓരോന്ന് പ്രതീക്ഷിച്ചു. പ്ലീസ്, എനിക്ക് ഒരവസരം താ. എല്ലാ സത്യവും എനിക്ക് തുറന്നു പറയാൻ. പ്രിയ, നിന്നെ താഴെ എല്ലാവരും അത് താഴെ എല്ലാവരും തിരക്കിയപ്പോ ഞാൻ നിന്നെ ഇവിടെ നിങ്ങൾ സമാധാനമായിട്ട് സംസാരിച്ചോ, ധൃതിയൊന്നുമില്ല. പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നാ മതി. പ്രിയ, ചേച്ചി, സുരേഷ് നിനക്ക് വേണ്ടി റോസ് കൊണ്ടുവന്നിട്ടുണ്ട്. നീ കിച്ചണിൽ ഒറ്റയ്ക്കാകുമെന്ന് കരുതി അതുകൊണ്ട് മിണ്ടാതെ ഒന്ന് പ്രപ്പോസ് ചെയ്യാന്ന്. അപ്പൊ ആരും അറിയില്ല. പക്ഷെ ഇവിടെ എന്നെയാ കിട്ടിയത്, അതുകൊണ്ട് എനിക്കാ റോസ് തന്നത്. ആർക്ക് വേണ്ടിയാ കൊണ്ടുവന്നത്? ശരിക്കും എന്നെ കാണാൻ അത്രയ്ക്ക് മോശമാണോ? നീ അത്രയ്ക്ക് മോശമൊന്നുമല്ല. ഐ മീൻ, നിന്നെ കാണാൻ കൊള്ളാം. നിന്റെ കണ്ണുകൾ കാണാൻ നല്ല ഭംഗിയാ. ചിരിക്കുമ്പോ കണ്ണുകൾക്ക് നല്ല തിളക്കമാണ്, മിന്നൽ പോലെ. മിന്നലോ? ഞാൻ കുറച്ച് ഓവറായി പോയി. മിന്നൽ പോലെയല്ല, പക്ഷേ നല്ലതാ കാണാൻ. എന്നാൽ അത്രയ്ക്ക് നല്ലതും അല്ല. എന്നാലും വലിയ കുഴപ്പമില്ല. ഇവിടെ നിർത്തിയാ മതി. ചേച്ചി, ഐ ആം ബാക്ക്. എല്ലാ വിശേഷങ്ങളും പിന്നെ. അതിനു മുമ്പ് നിന്റെ ഫിയോൻസിയോട് ചില സ്പെഷ്യൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ചേച്ചി, ഐ ആം ബാക്ക്. എല്ലാ വിശേഷങ്ങളും പിന്നെ. അതിനു മുമ്പ് നിന്റെ ഫിയോൻസിയോട് ചില സ്പെഷ്യൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്.
അതിനുള്ള മറുപടി എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണം. ഓക്കെ ഓക്കെ സുരേഷ്, ടെൽ മീ, ഞാൻ കാണാൻ സുന്ദരിയല്ലേ? നോക്ക് സുരേഷ്, സത്യം തന്നെ പറയണം. ഓക്കെ, ഇതിന്റെയൊക്കെ മറുപടി എനിക്ക് അറിഞ്ഞേ പറ്റൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്റെ ജീവിതത്തിൽ എന്നെ ഇഷ്ടമല്ലാത്ത ഒരേ ഒരാള് നിങ്ങൾ മാത്രമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾ ഓണസ്റ്റ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഡോണ്ട് ലൈ. ഓക്കെ, സത്യം മാത്രം പറയാവൂ. ഞാൻ സംസാരിക്കുമ്പോ എന്റെ കണ്ണുകൾ മിന്നല് പോലെ തിളങ്ങാറുണ്ടോ? ആ സുരേഷ്, ഒന്ന് പറ. ഏതെങ്കിലും പയ്യൻ എന്റെ ഫോട്ടോ നോക്കി രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കാൻ പറ്റൂ? പറ സുരേഷ്, ഏതെങ്കിലും പയ്യൻ എനിക്ക് വേണ്ടി ലവ് ലെറ്റർ എഴുതാൻ പറ്റുമോന്ന്? എന്റെ കണ്ണുകളിൽ നോക്കിയാൽ മയങ്ങി പോവോ? പറയൂ. ഓ, നിങ്ങൾ എന്തിനാ ചേച്ചിയെ നോക്കുന്നേ? എന്നെ നോക്ക്. എന്റെ കണ്ണിലേക്ക് നോക്കിയാ എല്ലാം മറന്ന് ലയിച്ചു നിൽക്കാൻ പറ്റൂ? ഒന്ന് പറ. ആ ബുൾബുൾ, Really? I love you, സുരേഷ്. I love you. സുരേഷ്, ഞാൻ സുന്ദരിയാണെന്ന് നിങ്ങളുടെ വായിന്ന് കേട്ടപ്പോ എനിക്ക് എത്ര സന്തോഷായിന്ന് അറിയാവോ? ഐ മീൻ, ഞാൻ സുന്ദരി തന്നെയാണ്. എനിക്കറിയാം നിങ്ങൾ എന്റെ ചേച്ചിയുടെ അദ്ദേഹം ആകാൻ പോകുന്ന ആളാണ്. എന്നാലും നമ്മൾ വീട്ടുകാരാണല്ലോ. ഓക്കെ ചേച്ചി, ബൈ. വാട്സ്ആപ്പ് സ്വീറ്റ് ഹാർട്ട്. എന്റെ അച്ഛമ്മേ. ഓ അച്ഛമ്മേ, ആ, ശരി, ശരി. അനുഗ്രഹിക്കണം. നന്നായി വാ മക്കളെ. എവിടെ എന്റെ പോയിട്ട് അച്ഛമ്മേ, പൈസ ഉണ്ടാക്കാൻ പോയതാ. എന്താ ഇങ്ങനെ നോക്കുന്നേ? കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. റിബൺ മുറിച്ചിട്ട് വരുന്ന വഴി അച്ഛമ്മേ തളർന്നു പോയി. എടാ പ്രണവേ, ഇനി അച്ഛമ്മയ്ക്ക് 2 to 3 ബോഡി ഗാർഡ്സിനെങ്കിലും വെക്കേണ്ടി വരും. കള്ളന്മാർക്കെല്ലാം പിടികെട്ടി കാണും. ഈ കിളവി നല്ല പൈസയുള്ള പാർട്ടിയാണെന്ന്. അതെ മോനെ. ആണോ അച്ഛമ്മേ? കിളവിയായില്ലേ, അതുകൊണ്ട് എനിക്ക് നിന്നെ നോക്കാനുള്ള കഴിവുമില്ല, നിന്റെ പൈസയും. അതിന് നീ വേറെ ആരെങ്കിലും വെച്ചോ. നിർത്തി കിളവി. ഡാ, അച്ഛമ്മേ, അച്ഛമ്മയുടെ ഒരു കാര്യം. ഈ ചെറുക്കന് പൈസ ഉണ്ടാക്കാൻ മാത്രമേ അറിയൂ. സൂക്ഷിക്കുന്നത് എപ്പോഴെങ്കിലും അച്ഛമ്മ കണ്ടിട്ടുണ്ടോ? അക്കാര്യത്തിൽ അവൻ മണ്ടനാണെന്നേ. ആ, പറഞ്ഞത് ശരിയല്ലേ. ഈ പ്രായത്തിലല്ലേ ജോലിയിൽ ശ്രദ്ധിക്കേണ്ടത്. ജോലി എത്ര ചെയ്യുന്നോ അത്രയും പൈസ ഉണ്ടാക്കാം. മോനെ, ഞാനും നിന്റെ മുത്തശ്ശിയും കൂടി തീരുമാനിച്ചത് ഇന്നു മുതൽ നിന്റെ പൈസയൊക്കെ നോക്കുന്നത് എന്റെ മകൻ ആകാശ് ആയിക്കോട്ടെ എന്നാ. ഒന്ന് നോക്കി, അവനിപ്പോ പണിയൊന്നുമില്ലല്ലോ. നീ എത്ര രൂപ മുടക്കിയിട്ടാ അവനെ MBA കാരനാക്കിയത്? അതിനെന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ? കറക്റ്റ്. അമ്മയ്ക്കാണെങ്കിൽ പ്രായമായില്ലേ, അവർക്ക് എങ്ങനെയാ ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുക? എടാ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് വീട്ടിലെ പ്രായം ചെന്നവരെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണമെന്നാ. എന്തിനാ ഈ കാശിടപാടിൽ അവരെങ്ങനെ വലയ്ക്കുന്നത്? ആകാശ്, യാ ബ്രോ. നീ എന്റെ പൈസ കൈകാര്യം ചെയ്തോളൂ. ഓഫ് കോഴ്സ് ബ്രോ. ഇത് വല്ല ചോദിക്കാനുണ്ടോ? പിന്നെ നീ പെണ്ണ് കിട്ടാനും പോവല്ലേ? അല്ലടാ, യെസ്. അത്ര വലിയ പുളിങ്കൊമ്പിന്റെ വീട്ടിൽ നിന്നല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നേ? ബിഗ് മണി, ബിഗ് ഹോം, ഹോളിഡേ ടൂർ. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിനക്ക് ഇഷ്ടപ്പെടും? ഇല്ല ബ്രോ, ഒരിക്കലും ഇല്ല. ബട്ട് ഐ ക്യാൻ ഗിവ് ഇറ്റ് എ ഷോട്ട്. ചേട്ടാ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ നിന്റെ കയ്യിൽ കാശ് സൂക്ഷിക്കാൻ തന്നില്ലെങ്കിലോ? പകരം ചിലവഴിക്കാൻ മാത്രം തന്നാലോ? വാട്ട്? ഉള്ള പൈസയെല്ലാം നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ തന്നാൽ എങ്ങനെയിരിക്കും? ബെസ്റ്റ് ഐഡിയ ബ്രോ, ബെസ്റ്റ് ഐഡിയ. ഐ ലവ് യു മാൻ. ആകാശ് ഇപ്പോ കാശ് സൂക്ഷിക്കുകയൊന്നും വേണ്ട. അവനൊന്ന് അടിച്ചു വിളിക്കട്ടെ. ലെറ്റ് ഹിം എൻജോയ് ഹിംസെൽഫ്. അബ്സല്യൂട്ട്ലി. അതുകൊണ്ട് എന്റെ തീരുമാനം കുടുംബത്തിന്റെ കണക്കുകളൊക്കെ നോക്കേണ്ടത് എന്റെ കുടുംബാംഗം മാത്രമല്ല, എന്റെ കുടുംബത്തിന്റെ ബലം കൂടിയായ ആളാവണം. അത് നിങ്ങളുടെ നേരെ പിന്നിലിരിക്കുന്ന എന്റെ സുഹൃത്ത് പ്രണവാണ്. അമ്മായി, ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര രൂപ വേണോ അതൊക്കെ എപ്പോൾ വേണമെങ്കിലും കിട്ടും. പക്ഷേ ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ആകാശ് നൽകുന്നത് എന്റെ അഭിപ്രായത്തിൽ അതത്ര നല്ലതല്ല. ആകാശ്, യാ ബ്രോ. ഇറ്റ്സ് യുവേഴ്സ്. സീരിയസ്ലി? ഓഫ് കോഴ്സ്. ഓ മൈ ഗോഡ്. അച്ചമ്മ. അച്ഛമ്മേ. പോടാ. കഴിഞ്ഞോടെ നിന്റെ കീക്കി. ഇനി പോകാം. നിശ്ചയത്തിനുള്ള വേഷമൊക്കെ തീരുമാനിച്ചോ? ഇനി നിനക്ക് ഹണിമൂണിന് പോകേണ്ടതല്ലേ? ആ, നടക്ക്. ബ്രോ, ഐ ലവ് യു. യു നോ ദാറ്റ്. ഐ ലവ് യു ഈവൻ മോർ. വാ ഇങ്ങോട്ട്. വല്യമ്മേ, ഇതാ പ്രിയ ചേച്ചിയുടെ കല്യാണത്തിന്റെ ആഭരണം. മാധവി എന്റെ കാണിക്കാനായിട്ട് ചോദിച്ചില്ലേ?
ഈ സെറ്റ് എവിടുന്ന സെലക്ട് ചെയ്തത്? ഇത് ഞാൻ പ്രിയക്ക് ഇനി അണിയാൻ കൊടുക്കില്ല. ദാ ഇതെന്റെ അലമാരിയിൽ ഏറ്റവും അടിയിൽ വയ്ക്ക. ഇത് ഭാഗ്യം കെട്ട സാധനോ. ഏയ് മാധവി, ആഭരണം വേഗം കൊണ്ടുപോയി. മാധവി, നല്ല ഭംഗിയല്ലേ? അമ്മ ഞാൻ കോളേജിലേക്ക് പോവാ. ലഞ്ച് ബോക്സ് എടുത്തല്ലോ അല്ലേ? ആ അമ്മ എടുത്തു. അല്ല നീ എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നേ? സുരേഷ് ഫോൺ ചെയ്തിരുന്നു, അവൻ നിന്നെ വിളിക്കാൻ വരുന്നുണ്ടെന്ന്. നോക്ക്, അവൻ വന്നു. നമസ്കാരം. നമസ്കാരം മോനെ. അല്ല പ്രിയെ, നീ നാളെ ഏത് ഡ്രസ്സാ ഇടുന്നെന്ന് തീരുമാനിച്ചോ? നാളെ എന്താ? അത് കൊള്ളാം. നിന്റെ ശ്രദ്ധ എവിടെയാ? നീ മറന്നുപോയോ? നാളെ രജനയുടെ മൈലാഞ്ചി കല്യാണം അല്ലേ? വല്യമ്മേ, ഈയിടെയായിട്ട് ചേച്ചിയുടെ ശ്രദ്ധ ഒരേ ഒരു കാര്യത്തിൽ മാത്രമാ, സുരേഷ് ഏട്ടന്റെ കാര്യത്തിൽ. പ്രിയയുടെ മൈലാഞ്ചിയും നാളെ രജനയുടെ ഒപ്പം നടത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നിട്ട് കല്യാണം ഒന്നിച്ചു തന്നെ നടത്തായിരുന്നു. ആ പക്ഷെ ഇവരുടെ ജാതക പ്രകാരമുള്ള തീയതി കിട്ടിയില്ലല്ലോ. അല്ലായിരുന്നെങ്കിൽ ഇവരുടെ കല്യാണം ഇതോടൊപ്പം തന്നെ നടത്തായിരുന്നു. കണ്ടില്ലേ, രണ്ടും ബലം പിടിച്ച് നിൽക്കുന്ന. വേഗം കല്യാണം നടത്തി കൊടുത്തില്ലെങ്കിലേ ഇവൻ പ്രിയെ വിളിച്ചിറക്കി കൊണ്ട് പോകുന്ന മട്ട. അമ്മ, ഞങ്ങൾ ഇപ്പൊ തന്നെ ലേറ്റായി, ഇറങ്ങട്ടെ. ശരി ശരി. പ്രിയ, ഞാനൊരു കാര്യം പറയട്ടെ. ഇനി സ്കൂട്ടറിലല്ല, അവന്റെ തോളിൽ വേണം മുറുക്കി പിടിക്കാൻ. എന്തിനാ നാണിക്കുന്നേ? നിശ്ചയം കഴിഞ്ഞില്ലേ? ഇനി കുറച്ച് റൊമാൻസ് ഒക്കെ ആവാം. എന്താ അമ്മ ഇത്? എടാ, നീ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് നിന്റെ പൈസ ഒന്നും നോക്കാനാവില്ല. അപ്പോ നീ എന്റെ ഒപ്പം നിൽക്കില്ല? നോക്ക, ഈ കാര്യത്തിലില്ല. എടാ, നീ എന്നെ വിട്ടുപോയില്ലെന്ന് എനിക്ക് അന്ന് തന്നെ മനസ്സിലായിരുന്നു, നിന്നെ ആദ്യമായി കണ്ട ദിവസം. മിണ്ടാതെ ഞങ്ങളുടെ ഗോലി താഴെ വെച്ചോ. ഒരെണ്ണം പോലും തരില്ല. ഞങ്ങളുടെ കോയിൽ തിരിച്ചു താടാ, ഇല്ലെങ്കിൽ നല്ല ഇടി വരും. എന്നാ പിന്നെ എടുത്തു കാണിക്കും. ഇവൻ ഗോലിയും കൊണ്ട് പോയിക്കോട്ടെ. തടയാൻ ശ്രമിച്ച നിന്നെ ഞാൻ അടിച്ചു ശരിയാക്കും. നിന്നെ പിന്നെ എടുത്തോളാടാ. നിൽക്ക്. നീ എന്തിനെന്നെ രക്ഷിച്ചത്? നിനക്ക് ഗോലികൾ പകുതി വേണോ? വേണ്ട, അവർ കാണിച്ചത് തെറ്റാ. നിന്റെ കഴിവുകൊണ്ടാ നീ ഗെയിം ജയിച്ചത്, അതുകൊണ്ടാ. ഫ്രണ്ട്സ്, എടാ, അന്ന് നിനക്ക് വേണ്ടി എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ നഷ്ടപ്പെടുത്തി. എന്നിട്ട് നീ എന്താ കാണിച്ചു വെച്ചത്? സമ്പാദ്യം മുഴുവൻ നിന്റെ ഫാമിലിക്ക് നൽകി. എടാ, അവർ എന്റെ ഫാമിലിയാണ് പ്രണവ്. ഞാൻ സമ്പാദിക്കുന്നതിൽ അവർക്കും അവകാശമുണ്ട്. എടാ, അവകാശം കാണിക്കണമെങ്കിൽ മനസ്സുകൊണ്ട് സ്നേഹിക്കണം, അല്ലാതെ പണം കണ്ടുകൊണ്ടല്ല. വീടടാ പ്രണവ്. ലോകത്ത് രണ്ടു തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്നാമത്തേത് നമ്മൾ ആശ്രയിക്കേണ്ടവർ, രണ്ടാമത്തേതോ നമ്മളെ ആശ്രയിക്കേണ്ടവരും. ഞാൻ എന്റെ ഫാമിലി വളരെ നന്നായി നോക്കുന്നു, പക്ഷെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരേ ഒരാൾ നീയാ. ആളിയാ, ഞാൻ ഒരിക്കലും കരുതിയില്ല നീ ഇങ്ങനെയുള്ള സെന്റി ഇറക്കുമെന്ന്. എടാ, സെന്റി ഒന്നുമല്ല, വളരെ സ്മാർട്ട് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നീ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ സോപ്പിടുന്നത്. നീ എന്നെ വിട്ടുപോകാതിരിക്കാൻ, മനസ്സിലായോ? സോറി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. സോറി. ഒരു മിനിറ്റ് സുരേഷ്, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇതെന്റെ തെറ്റല്ല. ആ ബൈക്കുകാരൻ വന്ന് സുരേഷ്, ഓരോരുത്തർക്കും ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല. അതിന് ഈ കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ എന്റെ ഏറ്റവും നല്ല സുഹൃത്താ, അതിനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ സംഭവങ്ങളൊക്കെ കാരണം നമ്മുടെ സൗഹൃദത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. മറന്നുപോയോ സുരേഷ്? നിങ്ങൾ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾ ബുൾബുളിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. നിങ്ങളെക്കുറിച്ച് ഞാൻ അവളോട് സംസാരിക്കാം. പ്രിയ, പ്ലീസ്, അവളോടൊന്നും പറയരുത്. അതെന്റെ മണ്ടത്തരമായിരുന്നു. അവളും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതിയത്. ഇപ്പൊ എനിക്ക് നല്ലവണ്ണം മനസ്സിലായി, അവൾ എന്നെ സ്നേഹിക്കാൻ പോകുന്നില്ലെന്നും സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്റെ മുഖത്ത് പോലും നോക്കില്ലെന്നും. ആരെയും നിർബന്ധിച്ച് സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ ദിവസവും എല്ലാവരോടും വഴക്ക് കൂടാറുണ്ട്, PIL ഫയൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇമോഷൻസിനെ കുറിച്ച് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും. എന്റെ ഒരു തെറ്റ് കാരണമാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത്. ഇനിയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. പോകാം.
കൺഗ്രാറ്റ്സ് മാം. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അവര് തമ്മിൽ അഫയറിലാണെന്ന്. അപ്പൊ നിങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എന്തായി? എന്നിട്ടിപ്പോ ആരോടും പറയാതെ എൻഗേജ്മെന്റ് നടത്തി. ഓ മൈ ഗോഡ്, ഇതാരാ വരുന്നത്? പ്രിയ സുരേഷോ? കൺഗ്രാറ്റുലേഷൻസ്. എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം പറഞ്ഞതുപോലും ഇല്ലല്ലോ നീ. എൻഗേജ്മെന്റ് കഴിഞ്ഞോ പ്രിയ? കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് ആദ്യമേ അറിയായിരുന്നു ഇവർക്കിടയിൽ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന്. ഇനി സമ്മതിച്ചേ പറ്റൂ. ഫിലിം സ്റ്റാർസിനെ പോലെ പറഞ്ഞുകൊണ്ടിരുന്നു വി ആർ ഗുഡ് ഫ്രണ്ട്സ്. എന്നിട്ട് എൻഗേജ്മെന്റും കഴിഞ്ഞു. പക്ഷെ പ്രിയ, നീ വളരെ പ്രാക്ടിക്കൽ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഈ പ്രണയത്തിൽ തലയുകുത്തി വീണത്? നീ എന്തായാലും സുരേഷ് സാർ എങ്ങനെയാ നിന്നെ പ്രപ്പോസ് ചെയ്തതെന്ന് ആദ്യം പറ. BMCയുടെ പോലെ കെയർ ഫയൽ ചെയ്തോ അത് ലെറ്റർ അയച്ചോ? എന്താ സംഭവിച്ചത്? പറയേ. പറയ് പ്രിയ. ഞാനിപ്പോ വരാം. സുരേഷ്, അവർക്കറിയുന്നതല്ലേ അവര് പറയുന്നത്. അതിലിപ്പോ എന്താ ഇത്ര തെറ്റ്? എന്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ തെറ്റ് എങ്ങനെ സംഭവിച്ചു? സുരേഷ്, നിങ്ങളുടെ മനസ്സിൽ എന്നോട് സ്നേഹമില്ലെങ്കിൽ വേണ്ട. എനിക്കതിൽ ഒരു പരാതിയുമില്ല. പക്ഷെ അതില് സ്വയം ഇങ്ങനെ കുറ്റക്കാരനായി കരുതി എന്നെ ഒന്ന് നോക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ അതെനിക്ക് കണ്ടു നിൽക്കാനാവില്ല. പ്രിയ, നീ എന്തിനാ ഇത്രയും പാവമായത്? ഞാൻ എത്രമാത്രം നിന്നെ വിഷമിപ്പിച്ചു. ഞാൻ എല്ലാവരെയും വിഷമിപ്പിച്ചു. എല്ലാവരും ഇനി സത്യം തിരിച്ചറിയുമ്പോ എല്ലാം പതിയെ ശരിയാവും സുരേഷ്. എല്ലാം ശരിയായിരുന്നു. ഞാനായി എല്ലാം നശിപ്പിച്ചത്. ഞാനിനി എന്തു വേണം? സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എങ്ങനെ എടുക്കും? അമ്മ, അമ്മുമ്മ, പിന്നെ ബുൾബുൾ. എനിക്ക് സങ്കടം വരുമ്പോഴൊക്കെ ഇവിടെ വന്നിരുന്ന എന്റെ മനസ്സിനെ സമാധാനിപ്പിക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഇവിടെയും എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. കല്യാണത്തിനുള്ള തീയതി കുറിക്കാൻ പോവുക. ഈ കല്യാണം ക്യാൻസൽ ചെയ്യണമെന്ന് എങ്ങനെ ഞാൻ പറയും? Are you serious? No way, Pranav. എടാ, ഈ ലോകത്ത് ഇത്രയും മണ്ടന്മാരുണ്ടെന്നോ? അവർക്ക് പ്രേമം എന്നല്ലാതെ മറ്റൊന്നും തലയിൽ കയറില്ല. ബട്ട് ലുക്ക് അറ്റ് മീ, ഐ ഹാവ് നോ ടൈം ഫോർ ലവ്. ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഇവരുടെയൊക്കെ യഥാർത്ഥ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? ബാഡ് ചോയ്സ്. എന്ത് പൊട്ട സാധനം കണ്ടാലും അതങ്ങ് വാങ്ങിക്കൂട്ടും. ഈ മണ്ടന്മാർക്ക് അറിയില്ല, അവർ അവരുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണെന്ന് കരുതുന്നത് ഈസ് നത്തിങ് ബട്ട് ടൈം പാസ്. തൊട്ടു മുന്നിലുള്ള ജനാലയ്ക്ക് അപ്പുറത്തുണ്ടാകും സോ കോൾഡ് ലവ്. ഇവരുണ്ടല്ലോ പ്രണവ്, എന്റെ റൊമാൻറ്റിക് സോങ്സ് കേട്ട് വട്ടായി നടക്കും. പ്രത്യേകിച്ച് ആ പാട്ട് ഹാപ്പി ലവ്. അത് കേട്ട അവരുടെ ലവേഴ്സും ഹാപ്പിയാണെന്ന് അവരങ്ങ് കരുതും. നിനക്കറിയാമോ പ്രണവ്, ഈ ലോകത്ത് പ്രേമത്തെക്കാൾ ഇടിയൊട്ടിക്കും ടൈം കില്ലിങ്ങുമായ മറ്റൊരു ഇമോഷൻ വേറെ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ആളുകൾ പറയാറില്ലേ, ഫോൾ ഇൻ ലവ്, തെന്നി വീഴും, എന്നിട്ട് പിന്നെ പൊടി തട്ടി അങ്ങ് പോരും. ശരി, അതൊക്കെ വിട്. നീ ഇവന്നെ പോരും? ഇല്ലടാ, എനിക്ക് വരാൻ പറ്റില്ല. ഒരു പുതിയ പെൺകുട്ടി വെച്ചില്ലേ അവൾ ലീവ് എടുത്ത് പോയിരിക്കുക. അവൾക്കൊന്ന് ഫാമിലി ഫംഗ്ഷൻ ഉണ്ടെന്ന്. അതുകൊണ്ട് എല്ലാ ഡോക്യുമെന്റേഷനും ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നിരിക്കുക. ശരി, നീ നിന്റെ ജോലി തീർക്കുക. എന്നിട്ട് ഈവന്റ് കഴിഞ്ഞ് എന്റെ അടുത്തേക്ക് വാ. ശരി, ഓക്കെ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രൊമോഷൻ. What's up, guys? I know you are all beautiful girls. നിങ്ങൾ എല്ലാവരും എന്നെ കാണാൻ വരും. എന്റെ പോസ്റ്റേഴ്സ് നിങ്ങളുടെ മുറിയിൽ ഒട്ടിക്കും. എന്റെ കഥകൾ കേൾക്കും.
എന്റെ പാട്ടുകളുടെ സീഡിയും വാങ്ങും. പക്ഷെ നിങ്ങൾക്കറിയാമോ എന്റെ സോങ്സ് എന്താ ഇത്ര സ്പെഷ്യൽ ആയതെന്ന്? ബിക്കോസ് ഐ ബിലീവ് ഇൻ ലവ്. ഈ ലോകത്ത് പ്രേമത്തെക്കാൾ ഇടിയൊട്ടിക്കും ടൈം കില്ലിങ്ങുമായ മറ്റൊരു ഇമോഷൻ വേറെ ഒന്നും തന്നെ ഇല്ല. എന്റെ കണ്ണിൽ പ്രേമത്തിനപ്പുറം മറ്റൊന്നും തന്നെ ഇല്ല. പ്രേമമുണ്ടെങ്കിലേ ലോകമുള്ളൂ. പ്രേമമില്ലെങ്കിൽ വേറെ ഒന്നും തന്നെ ഇല്ല. തൊട്ടു മുന്നിലുള്ള ജനാലയ്ക്ക് അപ്പുറത്തുണ്ടാകും സോ കോൾഡ് ലവ്. ആൻഡ് ഐ ട്രൂലി ബിലീവ് എല്ലാവർക്കും വേണ്ടി ഒരാൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. ഓൾ ഓഫ് യു, എനിക്ക് വേണ്ടിയും. സോ ഹൂ ഈസ് മൈ പ്രിൻസസ്? Is it you? Is that you? Or you? You? Or you? എല്ലാവരും പറയും യു ഷുഡ് fall in love. തെന്നി വീഴും, എന്നിട്ട് പിന്നെ പൊടി തട്ടി അങ്ങ് പോരും. But I say you should rise in love. ഇയാള് നുണയാ പറയുന്നേ. ആരാത് പറഞ്ഞു? ആ കുട്ടിയാ പറഞ്ഞത്.